ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അർജൻറ്റീന അൾജീരിയ മാച്ച് കണ്ടിരിക്കുകയാണ്. അർജൻറ്റീനയുടെ മിന്നും പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ മാച്ചിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മളോട് ഇന്ന് ഉള്ളത്. നമ്മുടെ സുഹേലാണ്. സുഹേൽ, താങ്ക് യു ആശം, താങ്ക് യു. അർജൻറ്റീനയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെൻറ്റുകളിലുള്ള മെസ്സിയുടെ അതിശക്തമായ കളികളാണ് നമ്മളിന്ന് കണ്ടത്. കളിയെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മെസ്സിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത്? മെസ്സി ഒരു പ്രഷറും കൂടാതെ കളിച്ചൊരു കളിയാണ്. ഈസി 3 ഗോളുകൾ. അതിൽ വൺ ഓഫ് ദി ലാസ്റ്റ് ഗോള് എന്ത് സൂപ്പർ, എന്ത് പറയേണ്ട ഒരു ഇതായിരുന്നു. പറയാൻ തന്നെ മെസ്സിയുടെ ആ ഒരു ലെഗസി ഇതുവരെയും ഇത് കളി ആ വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് അതുകൂടെ ആശം ഈ മെസ്സി കളി 6ാമത്തെ വേൾഡ് കപ്പിലാണ് ഇറങ്ങുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു ഹാട്രിക്കാണ് മെസ്സിയുടെ. ആദ്യത്തെ ഹാട്രിക്കോട് കൂടിയുള്ള ഒരു കളി തന്നെയാണ്. എന്തായാലും തികച്ചും അർജന്റീന ഫാൻസിന് ഇതൊരു ആവേശവും അവർക്ക് കപ്പ് കിട്ടും എന്നുള്ള ഒരു ഹോപ്പുമാണ് ഈ കളി മെസ്സി നൽകിയിരിക്കുന്നത്. ആശം തോക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ഞങ്ങൾക്കറിയാം ആശം പോർച്ചുഗലാണ്, നമുക്കറിയാം. നമ്മള് റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും മെസ്സിയുടെ കളി നമ്മൾ അംഗീകരിക്കും, അത് വേറെ കാര്യം. മെസ്സിയുടെ കളി വളരെ നല്ല കളിയായിരുന്നു. പിന്നെ എടുത്തു പറയാൻ മാച്ചിലെ പാസും കാര്യങ്ങളും. അർജന്റീന ഡിഫൻസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അതാ അൾജീരിയക്ക് ഒരു ചാൻസ് പോലും ബോക്സിനുള്ളിൽ കൊടുക്കാതെ അവരെ പൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ അൾജീരിയ ഒന്ന് മുന്നേറി, പക്ഷെ അത് കെട്ടടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അൾജീരിയയുടെ തുടക്കത്തിലെ കളി, അത് ഫസ്റ്റ് മിനിറ്റുകളുടെ കളി നല്ല രീതിയിൽ കളിച്ചു. അവരൊരു ഗോൾ അടിച്ചായിരുന്നു ആശം, ഒരു ഓഫ് സൈഡ് ആയതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഗോൾ അടിച്ചായിരുന്നു, റഫറി ഓഫ് സൈഡ് വിളിച്ചു. അവർ അത്രയും ശ്രമിച്ചു. അർജന്റീനയെ പോലെയുള്ള ഫിഫ റാങ്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു ടീമിനെ എതിരെ ഇങ്ങനൊരു കളി കളിക്കാൻ അവർ ശ്രമിച്ചു എന്ന് പറയണം. പക്ഷെ എന്ത് പറയാ, വൺ ഓഫ് ദ ലെജൻഡ് മെസ്സി ഈസ് ദെയർ, ഹി സ്കോർഡ് ഹാട്രിക്. അതെ. പിന്നെന്താണ് കളി മിഡ്ഫീൽഡ് മെസ്സിയെ പറ്റി വേറെ? മെസ്സി എന്തൊരു ലെജൻഡ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആണ്. അൾജീരിയ ഒരു ഗോൾ തിരിച്ചടിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ ശ്രമിച്ചു, നടന്നില്ല. അതുപോലെ അവിടുത്തെ ഗോളി സിദ്ധാന്റെ മകനാണ്. ഗോളിയുടെ ഭാഗത്ത് നിന്ന് നല്ല വീഴ്ചകൾ വന്നു. ആ റീബൗണ്ട് ഗോള് പോകേണ്ട ആവശ്യം, അത് കയ്യിൽ ഒതുക്കേണ്ട ഗോള് തന്നെ ആയിരുന്നു. ബട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പറയുന്നോട്ടല്ലോ. ഓസ്ട്രിയൻ ജോർദാനുമായിട്ടുള്ള കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോർദാൻ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നതാണ്. ബട്ട് ഓസ്ട്രേലിയയുടെ ഒരു കിഡിലം ഹൈ റേഞ്ച് ഷോട്ട്, അത് ഗോളിക്ക് തടുക്കാനായില്ല. അതിന്റെ ബാക്കി വിശകലനമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ, ബാക്കി ഇനി നൈറ്റ് പോർച്ചുഗലിന്റെ മാച്ച് ഉണ്ട്, അതിന്റെ വിശകലനമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ബൈ. ഓക്കെ.